ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ബോഡി ഹൊറർ ചിത്രമായ ടുഗദർ എന്ന സിനിമ കാണാൻ വേണ്ടി PVR ലുലു സ്ക്രീൻ 2 അഥവാ ഓഡി 2 വന്നിരിക്കുകയാണ്. ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. ഈ സിനിമയുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ടുഗദർ ഡയറക്റ്റഡ് ബൈ മൈക്കിൾ ഷാങ്ക്സ്, ആൻ ആക്ടർ ടേൺ ഡയറക്ടർ. ആളിതിനു മുന്നേ ഒരു സിനിമയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത്ര വലിയ പോപ്പുലർ സിനിമയും പരിപാടിയൊന്നും അല്ല. ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടീനടന്മാർ റിയൽ ലൈഫിൽ മാരീഡ് കപ്പിൾസാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഈ സിനിമയിൽ അവർ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ ജെയിംസ് ഫ്രാങ്കോ സ്പൈഡർമാനിലെ ഹാരി ഓസ്ബോണായിട്ട് അഭിനയിച്ച മച്ചാൻ, 127 അവേഴ്സിലൊക്കെ കിടിലൻ റോൾ ചെയ്തിട്ടുള്ള മച്ചാൻ്റെ അനിയനാണ് ഡേവ് ഫ്രാങ്കോ. ഡേവ് ഫ്രാങ്കോയുടെ വൈഫ് ആലിസൺ ബ്രിയാണ് ഇതിനകത്ത് നടിയായിട്ടും ഉള്ളത്. അപ്പോൾ ഡേവ് ഫ്രാങ്കോയും ആലിസൺ ബ്രിയും റിയൽ ലൈഫ് കപ്പിൾസ് ആയിട്ടുള്ളവരാണ് ഇതിനകത്ത് നടന്മാർ. അതുകൊണ്ട് തന്നെ നല്ല കെമിസ്ട്രി ഉണ്ട് രണ്ടുപേരും തമ്മിൽ. ഡേവ് ഫ്രാങ്കോ കിട്ടുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആലിസൺ ബ്രിയും ഒട്ടും പിന്നിലല്ല, കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ, അന്തമാതിരി പടം, ബോഡി ഹൊററാണ്, നോട്ട് ഫോർ ദ ഫെയിൻറ്റ് ഹാർട്ടഡ്. ഒരു ചെറിയൊരു സംഭവത്തെ വേറെ ലെവലായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സംഭവം. അത്രയും നല്ല ക്വാളിറ്റിയിൽ എടുത്ത് വെച്ചിരിക്കുന്നൊരു സിനിമ. ഫ്ലാറ്റ് റേഷ്യോ സിനിമയാണ്, 2.00:1 റേഷ്യോ ആണ്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം പടം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. സബ്സ്റ്റൻസ് പോലെയുള്ള മറ്റൊരു സാധനം എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന ഒരു പടം, ഒരു യുണീക്ക് പടം. സബ്സ്റ്റൻസ് പോലെ തന്നെയല്ല, ആ ഒരു കോൺസെപ്റ്റും അല്ല. സംഭവം രണ്ടും ബോഡി ഹൊററാണെന്നേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത് കണ്ട കുറേ ബോഡി ഹൊറർ സിനിമ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര യുണീക്കാണ്. ഇതിൽ ഡിസ്റ്റർബിംഗ് ആയിട്ട് കാണിക്കുന്ന പല സീക്വൻസും നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത കുറച്ച് സാധനങ്ങളാണ്. അതുമാത്രമല്ല ഇതിൻ്റെ കഥ അത്രയും ടോപ്പാണ്, കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഞാൻ കണ്ടത് PVR ലുലു മോൾ സ്ക്രീൻ 2 അല്ലെങ്കിൽ ഓഡി 2 ഇന്ന് രാവിലെ ഞാൻ അവിടെ മറ്റൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റ് റേഷ്യോ സിനിമ തന്നെയായിരുന്നു, മലയാളമായിരുന്നു. പക്ഷേ അത് പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രോപ്പറായിട്ട് അതിനകത്ത് എന്താ പറയുക, കണ്ടെയ്നർ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇപ്പോഴും അത് സിനിമക്കാരുടെ സൈഡിൽ നിന്ന് വന്നതാണോ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ പ്രോബ്ലം സൈഡിൽ നിന്ന് വന്നതാണോ എന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ സിനിമ കിഡുമായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ട് സൂപ്പറായിരുന്നു. സീനോൺ ആണെങ്കിൽ പോലും എനിക്കൊന്നും എന്തോ സംതിങ് ഇസ് വെരി ഡിഫറെൻറ്റ്. സോണിക് 3 കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഈ തിയേറ്ററിൽ ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ അതൊക്കെ എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസാണ് നൽകിയിട്ടുള്ളത്. എസ്പെഷ്യലി ഫ്ലാറ്റ് റേഷ്യോ മൂവീസ് എല്ലാം. സോണിക്ക് സ്കോപ്പായിരുന്നു, എന്നാൽ പോലും ഇവിടെ ഈ അടുത്ത് കണ്ട എല്ലാ സിനിമകളും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് വൈസും വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഏതെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള തിയേറ്ററിൽ, അതായത് ലേസർ പ്രൊജക്ഷനും അറ്റ്മോസ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ അറ്റ്മോസിലല്ല കണ്ട, എന്നിട്ട് പോലും പറയുകയാണ് സൂപ്പർബ് മൂവി. ഇറ്റ് ഈസ് നത്തിങ് ലെസ് ദാൻ എ മാസ്റ്റർ പീസ് എന്ന് കൂടെ ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവീസ് ദിസ് ഇയർ, വൺ ഓഫ് ദ മോസ്റ്റ് യുണീക്ക് മൂവീസ് ദിസ് ഇയർ. അത്രയധികം അന്ത ലെവലിൽ ഞാൻ ഈ സിനിമ എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സിനിമ. എൻ്റെ വൈഫിനും എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടവും. കാരണം വെച്ചാൽ അവർക്ക് ഇങ്ങനത്തെ യൂണീക്ക് പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കണ്ടിരിക്കാൻ കുറച്ച് പാടുപെടുമെങ്കിൽ പോലും വൈഫ് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ് ഈ ബോഡി ഹൊറർ പരിപാടി എന്ന് പറഞ്ഞത്. അവളുടെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് മൂവിയാണ് സോ 1. അതുപോലെ അവൾക്ക് ഒരുപാട് സിനിമകൾ ഇഷ്ടമുള്ള, അവൾ സബ്സ്റ്റൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് കണ്ട ആളാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഗോർ മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കും ഇഷ്ടമാണ്. ഇത് വെറുതെ പെട്ടപ്പടം, കിടിലം, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ, മസ്റ്റ് വാച്ച്. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പോകണ മുന്നേ മസ്റ്റായിട്ട് കണ്ടിരിക്കണം ഒരു ഫിലിം ലവർ എന്ന് ഞാൻ പറയും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് നോട്ട് ഫോർ ദ ഫെയിൻറ്റ് ഹാർട്ടഡ്. അഡൾട്ട് മൂവിയാണ്, 18+ ആയിട്ടുള്ള മൂവിയാണ്. അപ്പോഴും ഞാൻ പറയുകയാണ്, ഏജിലല്ല കാര്യം, മനക്കെട്ടിയിലാണ്. ഈ സിനിമ മനക്കെട്ടിയുള്ളവർ മാത്രം കണ്ടിട്ടേ കാര്യമുള്ളൂ. ഇതിനകത്ത് പല സംഭവങ്ങളും സെൻസേർഡ് ആണ്, പക്ഷേ അത് അറിയത്തില്ല. ആ രീതിയിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സീൻ മാത്രമേ എനിക്ക് കട്ട് എടുത്ത് അറിയാൻ കഴിഞ്ഞുള്ളൂ. അതൊരു ന്യൂഡിറ്റി വരുന്ന ഒരു സീനാണെന്ന് ഞാൻ ഗസ് ചെയ്യുന്നു. പക്ഷേ ഇത് വെറുതെ ന്യൂഡിറ്റി കാണിക്കാൻ വേണ്ടി ന്യൂഡിറ്റി കാണിച്ച ഒരു സീൻ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. അത് അനിവാര്യമായിരുന്നു, അതുകൊണ്ട് വന്നൊരു സംഭവമായിരുന്നു. പക്ഷേ അത് ഡെഫിനറ്റ്ലി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതൊന്നൊരു എന്താ പറയുക, നമുക്കൊരു തടസ്സമായിട്ടോ അല്ലെങ്കിൽ അയ്യോ എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും നൽകിയില്ല. പക്ഷെ എന്നാലും ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണ് അയാളുടെ സിനിമ എന്ന് പറഞ്ഞാൽ, അതിനെ നമ്മൾ കൈ എടുത്താൻ പാടില്ല. ആളെന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അതങ്ങനെ ഞാൻ കാണിക്കണം എന്നാണ് എൻ്റെ
ഒരു നിലപാട് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിയാണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസ് നൽകാം, ആര് കാണണം ആര് കാണണ്ടെന്ന് തീരുമാനിക്കാം. പക്ഷേ ആളുടെ വർക്കിനെ ചോപ്പ് ചെയ്ത് കളയരുതെന്ന് എനിക്ക് ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, അത് ആര് കാണണ്ടെന്നുള്ളത് തീരുമാനിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ നമ്മൾ അതിനെ ഒരിക്കലും ടാമ്പർ ചെയ്യരുത്. നമ്മളൊരു സിനിമ ടാമ്പർ ചെയ്യരുതെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് ഞാനിവിടെ പറയുന്നുള്ളൂ. എന്തായാലും ഇത് ടാമ്പർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും അതൊരു സിനിമ കാണാതിരിക്കാൻ മാത്രമുള്ള ഒരു സംഭവമോ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണാതിരിക്കാൻ മാത്രമുള്ള ഒരു സംഭവമല്ല. ഇൻഫാക്റ്റ് ആക്ച്വലി ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യണം, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട്. എനിവേസ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി. ഐ ലവ്ഡ് ഇറ്റ് ടോട്ടലി. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് നൽകിയ ഒരു അന്യായ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് നൽകിയൊരു പടം, വിഷ്വലി ആൻഡ് ഇമോഷണലി ആൻഡ് എല്ലാം കൊണ്ടും എല്ലാ മേഖലയിലും ഇറ്റ് എക്സെൽസ്. ആക്ടിങ് വൈസ് ടോപ്പ് നോച്ച്, കിടിലൻ ക്യാമറ വർക്ക്, ഒരു രക്ഷയില്ല. ചില ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്, എൻ്റെ മോനെ. അത് ഈ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അനിവാര്യമായിട്ടുള്ള ക്ലോസപ്പ് ഷോട്ട്സ് ഉണ്ട്, അത് എടുത്ത് വെച്ചിരിക്കുന്ന കാണണം. അന്ത ലെവലിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, എല്ലാം ടോപ്പ് നോച്ചായിട്ട് ഫീൽ ചെയ്ത ഒരു സിനിമ. മസ്റ്റ് വാച്ച് നിന്ന് കുറഞ്ഞ് വേറെ ഒന്നും എനിക്ക് അതിനകത്ത് പറയാനില്ല. എന്തായാലും സിനിമ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. എല്ലാവർക്കും ഇത് കണക്റ്റ് ആവുമോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് താങ്ങാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഐ ലവ്ഡ് ഇറ്റ്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഐ വാച്ച്ഡ് ഇൻ റീസെൻറ്റ് ടൈംസ്. ഡെഫിനറ്റ്ലി മൈ ടോപ്പ് പിക്ക് ഫോർ ദിസ് ഇയർ എന്ന് കൂടെ ഞാൻ പറയും. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടുകഴിഞ്ഞിട്ട് അഭിപ്രായം പറയുക. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. എന്തായാലും വെയിറ്റിംഗ് ഫോർ ദാറ്റ്. കമൻറ്റ് ചെയ്യുക. വീണ്ടും പറയുന്നു, മനക്കെട്ടിയുള്ളവർ മാത്രം ഇത് പോയാൽ മതി. അത് അങ്ങനത്തെ ഒരു തരം പടമാണ്. അതിൻ്റെ വയലൻസ് കൊണ്ടിട്ടല്ല, ഇതിൻ്റെ ആ ഒരു ബോഡി ഹൊറർ എലമെൻറ്റും അതിൻ്റെ കുറച്ച് അതിൽ തുടർന്ന് നമുക്കിത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 സംഭവമാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഇങ്ങനെ പടം പിടിക്കുക എന്നുള്ള കാണിച്ചു തന്നതിന് എനിക്ക് ഈ ഡയറക്ടറിനോട് വലിയ നന്ദിയുണ്ട്. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ടോപ്പ് പിക്സ് ഓഫ് മൈൻ ദിസ് ഇയർ. ഈവൻ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ്, VFX, ദ ഹോൾ SFX ടോപ്പാണെന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ ഇതിൻ്റെ മ്യൂസിക്, ദ ഹോൾ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് ഡിസൈൻ, സൗണ്ട് മിക്സിങ് എല്ലാം കിടുമായിരുന്നു. എല്ലാം ടോപ്പ് നോച്ച് എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. വലിയൊരു കൈയടി ഡിസർവ് ചെയ്യുന്ന ഒരു ഗംഭീര വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഈ സിനിമയ്ക്കുണ്ട്. മേക്കപ്പ്, എൻ്റെ പൊന്നും, അവർ ചെയ്തു വെച്ചേക്കണ കാണണം. അതേ മേക്കപ്പ് കൃത്യമായിട്ട് ചെയ്തേക്കണതിൻ്റെ കൂടെ കുറേ ക്ലോസപ്പ് കിടിലൻ ക്യാമറ വർക്കും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുണ്ടല്ലോ, വേറെ ലെവൽ. ഈവൻ ആ ഒരു ക്ലോസപ്പ് ഷോട്ട്സ്, ആ മേക്കപ്പിൻ്റെ സമയത്തുള്ള കുറച്ച് സൗണ്ടുകളുണ്ട്, വളരെ മൈന്യൂട്ട് സൗണ്ട്സ് പോലും ഈ സിനിമയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മര്യാദക്കുള്ളൊരു ഓഡിയൻസിൻ്റെ കൂടെ കണ്ടാൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ക്രീക്കിംഗ് സൗണ്ട് തൊട്ട് ഒരു സ്ക്വീക്കിംഗ് സൗണ്ട് തൊട്ട് ഒരു ഓരോ മെറ്റീരിയലിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്, സ്കിന്നൊരയുമ്പോഴുള്ള സൗണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ മോനെ അത് ചെയ്തു വെച്ചേക്കാൻ കാണണം. ദിസ് മൂവി വാസ് എ ഇയർ ഗ്യാസം എന്ന് പറയേണ്ടി വരും, അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസേർവ്സ് എ ലോട്ട് ഓഫ് പ്രൈസസ് ആസ് വെൽ ആസ് ദ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവരെല്ലാവരുടെയും എല്ലാ ടെക്നിക്കലി മൊത്തത്തിൽ ഈ സിനിമ ഇത്ര ഗംഭീരമാകാൻ കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വിത്ത് ദ ഡയറക്ഷൻ എല്ലാം കൂടി വേറെ ലെവലായിട്ട് വർക്ക് ചെയ്തുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇറ്റ് ഈസ് വൺ ഓഫ് എ മാസ്റ്റർ പീസ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരു മാസ്റ്റർ പീസായിട്ടാണ് ഫീൽ ചെയ്തത് ഈ സിനിമ. ഇറ്റ്സ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവീസ് ഐ ഹവ് സീൻ ഇൻ റീസെൻറ്റ് ടൈംസ്. അതിക്കുള്ള ഞാൻ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സിനിമ കണ്ടു നോക്കുക, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇത് കണ്ടിട്ട് എന്നെ ഒന്ന് തെറി പറയരുത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റില്ല എന്ന് വരും. ഗ്രാഫിക് വയലൻസ്, ഗ്രാഫിക് ന്യൂഡിറ്റി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സ്ട്രിക്ട്ലി അഡൽട്ട് മൂവിയാണ്. പിള്ളേരൊന്നും കൊണ്ട് ദയവ് ഇത് സിനിമ കാണാൻ പോകരുത്. പിള്ളേരെ ഒറ്റയ്ക്കും ഈ സിനിമ കാണാൻ വിടരുത്. സ്കൂൾ പിള്ളേരൊക്കെ ചാടിക്കറി അത് പോയിട്ട് കാര്യമില്ല, പിടിച്ച് പുറത്തെറിയും. 18+ ആയിട്ടുള്ളവരെ മാത്രം തിയേറ്ററിലേക്ക് അലോ ചെയ്യുള്ളൂ. അതുകൊണ്ട് മണ്ടത്തരമൊന്നും കാണിക്കരുത്. അബൈഡ് ദ ലോ. ബൈ ദ വേ, ഇതെൻ്റെ ഇന്നത്തെ 4ാമത്തെ സിനിമയാണ്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയോളം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അതെ, 12 മണി കഴിഞ്ഞു. അപ്പോൾ
എന്നിട്ടും ഞാൻ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാല ആ സിനിമ എത്ര നല്ലതാണെന്നുള്ള. ഒരു മോശം സിനിമയെ തീർച്ചയായിട്ടും നമ്മൾ വെയർ ഔട്ടായി പോകും, നമ്മൾ ഭയങ്കരമായിട്ട് ഡെസ്പായി പോകും, നമ്മുടെ എനർജി ചോർന്നു പോകും. ഇതങ്ങനെയല്ല, ഇത് ഭയങ്കര എനർജി നൽകിയ ഒരു സിനിമയാണ്. ഇതിൻ്റെ എൻഡിങ്ങൊക്കെ വളരെ ഡിഫറൻ്റ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. പ്രഡിക്റ്റബിൾ ആയിരുന്നോ എന്ന് വെച്ചാൽ പക്ഷേ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു അത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യുക. കാണാത്തവർ കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയുക. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇത് കിടിലം പാടാണ്, തിയേറ്ററിൽ കാണേണ്ട സാധനമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൂടെ എടുത്തു പറയുന്നു. അപ്പോൾ ഇന്ന് ഞാൻ 4 സിനിമ കണ്ടു. രാവിലെ 2 മലയാളം പടം, അതിനുശേഷം 2 ഇംഗ്ലീഷ് പടം. അപ്പോൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നാളെ പറ്റിയാൽ എനിക്ക് ഒരു 2 ഹിന്ദി പടം കാണണമെന്ന് ആഗ്രഹമുണ്ട്. സമയം കിട്ടുമെന്ന് അറിയില്ല, ഞാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഓഫർ വരുമ്പോഴേക്കും വെയിറ്റ് ചെയ്തിരിക്കാം എന്നൊക്കെ വിചാരിക്കുന്നു. നോക്കട്ടെ, എന്തായാലും കണ്ടിട്ട് അഥവാ കാണുകയാണെങ്കിൽ ഞാൻ അഭിപ്രായം ചാനലിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് പടങ്ങൾ ഏതാണെന്ന് പറയാൻ പോകുന്നത്. ഒന്ന് ധഡക് 2 എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഉള്ളത് ഏത് പടമായിരുന്നു, ഏതൊരു സിനിമ ഹിന്ദി എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും കൂടെ കണ്ടിട്ട് ഞാൻ അഭിപ്രായം കാണുകയാണെങ്കിൽ ഇട്ടേക്കാം. ശരി, ബൈ ബൈ.